അവിടെ അല്ലെന്നേ, ഇവിടെ പുറകിലേക്ക്. ഇവിടെ നോക്കിയേ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ചില പഴയ പതിവുകൾ തിരിച്ചു വരുമ്പോഴാണല്ലോ പുതുപുത്തൻ ട്രെൻഡുകളായി മാറുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേഷപ്പകർച്ച. അറിയാത്തവർക്കായി ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനാണ് വിദൂഷകൻ. കേട്ടിട്ടില്ലേ? അയ്യോ, അത് വലിയ കഷ്ടം തന്നെ. കൂത്തിലും കൂടിയാട്ടത്തിലും മണിപ്രവാള നാടകങ്ങളിലുമൊക്കെ അരങ്കു തകർത്താടിയ വിദ്വാൻ, നേരം പോക്ക് പറയുന്ന രംഗബോധമില്ലാത്ത വിദ്യാസുരനായി നാടും നാട്ടാരും വിലയിരുത്തിയപ്പോഴും നീറിപ്പിടിക്കുന്ന നേരുകൾ മാത്രം സംസാരിച്ച അതേ വിദൂഷകൻ. അല്ലെങ്കിൽ വേണ്ട, എന്തിന് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നു? ഞാൻ വെറും ഒരു കോമാളി, അത്രയും മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. അല്ലേ, എന്നെ കുറിച്ച് പറയാനല്ലല്ലോ ഞാനിവിടെ വന്നത്. അത് കേൾക്കാനല്ലല്ലോ നിങ്ങൾ ഇവിടെ വന്നത്. അല്ല, നിങ്ങൾ എന്തിനാ വന്നത്? ചേട്ടാ, അത് പറയാനാണല്ലോ ഞാനിവിടെ വന്നത്. ശരി ശരി, വാങ്ങിയ കൂലിക്ക് പണിയെടുക്കാതെ വയ്യ. വിഷയത്തിലേക്ക് വരാം. വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ രക്തം കൊണ്ട് എഴുതപ്പെട്ട ഒരു പേരുണ്ട്. അത് സ്നാപകയോഹന്നാൻ. അതെ, സ്നാപകയോഹന്നാൻ എന്ന മരുഭൂമിയിലെ ശബ്ദം. സ്നാപകന്റെ ചരിത്രം നാടകമാക്കുന്നു. നാടക സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കഴിയുമോ ആ മഹാമനുഷ്യനെ ഈ ചെറുവേദിയിലേക്ക് ഒതുക്കി തീർക്കുവാൻ? നീതി സൂര്യനായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന സുവർണ ശോഭയുള്ള ആ പ്രഭാ നക്ഷത്രത്തിന്റെ തിളക്കം ഈ വേദിക്ക് പിന്നിൽ മറച്ചു വെക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാനായിട്ടൊന്നും പറയുന്നില്ല. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയാം. തൽക്കാലം ഞാൻ വിട പറയുകയാണ്. നിങ്ങൾ നാടകം കാണുവിൻ. നിങ്ങൾ നാടകം കാണുവിൻ. നിങ്ങൾ നാടകം കാണുവിൻ. നീതിമാനും സർവശക്തനായ ദൈവത്തിന്റെ പുരോഹിതനുമായ സക്കറിയ, ഞാൻ നിനക്ക് വന്ദനം അറിയിക്കുന്നു. നിങ്ങൾ പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഈ വിശുദ്ധ സ്ഥലത്തേക്ക് ആരാണ് നിങ്ങളെ കടത്തിവിട്ടത്? ഈ കാണുന്നതൊക്കെയും കേവലം പ്രതിച്ഛായകളല്ലേ സക്കറിയ? കാലപൂർണ്ണതയിൽ വരാനിരിക്കുന്നവയുടെ കേവലം എഴുതുക. ഇനി ആരാണ് ഞാൻ എന്നതിനുത്തരം നീയും ഞാനും ആരാധിക്കുന്ന ദൈവത്തിന്റെ പരമവശുദ്ധിയുടെ മുൻപിൽ
നിത്യകാലിൽ നിന്ന് സ്തുതി കരയേറ്റാൻ ഭാഗ്യം ലഭിച്ച ഗബ്രിയേലാണ് ഞാൻ. ദൈവികമായ പദ്ധതികൾ നിനക്ക് വെളിപ്പെടുത്താൻ ഞാനിതാ നിയുക്തനായിരിക്കുന്നു. നികൃഷ്ടനും നിർഭാഗ്യവാനുമായ എന്റെ മുമ്പിൽ വിശ്വസിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും പറയൂ. കൊള്ളാം. വിശ്വാസം ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതൻ അവിശ്വാസത്തിന്റെ വക്താവാകുന്നു. കൃത്യവിലോപം ഗൗരവമാണല്ലോ പ്രിയപ്പെട്ട സക്രിയ. ശരിയാണോ? വിശ്വാസമെന്ന മൂന്നക്ഷരം എന്റെ ഉള്ളിൽ ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ മാത്രം കുറ്റമാണോ? ഈ ജീവിതത്തിലെ കണ്ണുനീർ കാണാത്ത ഒരു ദൈവത്തെ ഇല്ല, ഞാനതും പറയില്ല. സന്താനങ്ങളില്ലാത്തതിന്റെ ദുഃഖം പ്രതിഷേധം അല്ലേ? എന്താ ഇസ്രായേലിലെ റോമ്യ പുരോഹിതനോ? അതിനും അവകാശമില്ലെന്നാണോ? എന്റെ അരിയും വിട്ടേക്കും. ഒരിക്കൽ പോലും ഈ ദേവാലയത്തിൽ വന്നു എനിക്ക് വേണ്ടി ഞാനൊന്നും അപേക്ഷിച്ചിട്ടില്ല. യുദ്ധവും ക്ഷാമവും വസന്തവും ഒന്നും എന്റെ ജനത്തെ വേട്ടയാടാൻ ഇടവരരുതേ എന്നായിരുന്നു എപ്പോഴും എന്റെ പ്രാർത്ഥനകൾ. പക്ഷേ നിറഞ്ഞ കണ്ണുകളോടെ എന്നും സ്വർഗത്തിലേക്ക് നോക്കി അപേക്ഷിക്കുന്ന ഒരു പാവം സ്ത്രീ എന്റെ വീട്ടിലുണ്ട്. ദൈവത്താൽ ശപിക്കപ്പെട്ടതാണ് അവളുടെ ഉദരമെന്ന് മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വിളിക്കുന്നവരെ പേടിച്ച് വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നവൾ അവളുടെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടും കേൾക്കപ്പെടാതെ പോകുന്നു. ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്താതെ പോകുന്നില്ല സക്രിയ. യാതൊന്നും അവിടത്തേക്ക് അജ്ഞാതവുമല്ല. കണ്ണീർ കണങ്ങൾക്ക് പോലും കണക്ക് വച്ചിരിക്കുന്ന അലച്ചിലുകളെ എണ്ണുന്ന ദൈവമാണ് അവിടെ. പിന്നെ എന്തുകൊണ്ട്? സമയമാണ് പ്രശ്നം. നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. സോളമന്റെ വിജ്ഞാനത്തിൽ വായിച്ചിട്ടില്ലേ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, തകർക്കാനൊരു കാലം, പണിതുയർത്താനൊരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, വിലപിക്കാനൊരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. ഈ പറഞ്ഞതിൻ്റെ എല്ലാം
ഇരുണ്ട വശം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഇനി ഒന്നിനും സമയം അവശേഷിക്കുന്നില്ല. കേവലായ ഒരു പുരോഹിതനും അവന്റെ ഭാര്യയും സന്താനങ്ങളില്ലാതെ മരിക്കാൻ പോകുന്നു. ഓർത്തു വയ്ക്കാനൊരു പിൻഗാമിയില്ലാതെ ഗഹനതയിലെ നിത്യവിസ്മൃതിയിൽ അലിഞ്ഞു ചേരാൻ പോകുന്നു. ഇല്ല സക്രിയ, നിനക്കൊരു പിൻഗാമി ഉണ്ടാകും. അവനെ പ്രതി സന്തോഷം അനുഭവിച്ചിട്ടേ നിങ്ങൾ ഇരുവരും കണ്ണടയും. അത് പക്ഷേ നിത്യമായ മറവിയിലേക്കല്ല, ഓർമ്മയിലേക്കാണ്. കാലങ്ങൾക്കും അപ്പുറം നീളുന്ന അനേകം തലമുറകളുടെ ഓർമ്മയിലേക്ക്. അപ്പോൾ താങ്കൾ പറയുന്നത്? അതേ സക്രിയ, നിനക്കൊരു കുഞ്ഞു ജനിക്കും. സ്ത്രീകൾ നിരിച്ചതിൽ ഇവനേക്കാൾ വലിയവനില്ല എന്ന് പറയപ്പെടാനിരിക്കുന്ന ഒരുവൻ. പക്ഷേ നിന്റെ അവിശ്വാസത്തിന് താക്കീത് ലഭിക്കാതിരിക്കുകയില്ല. ഈ നിമിഷം മുതൽ നീ മൂകനായിത്തീരും. കുഞ്ഞിന് യോഹന്നാൻ എന്ന പേര് ചൊല്ലുന്ന നിമിഷം വരെ നിന്റെ നാവ് ബന്ധിതമായിരിക്കും. അതുവരെ കാത്തിരിക്കുക. മംഗളം ഭവിക്കട്ടെ. കൊള്ളാലോ ഇവർ. ഞാൻ കരുതിയതിനേക്കാൾ മിടുക്കരാണിവർ. സക്കറിയായ്ക്ക് ലഭിച്ച ദർശനത്തിന്റെ ചരിത്രം തരക്കേടില്ലാതെ അവർ പറഞ്ഞു വെച്ചു. ഇനിയുള്ള കഥയിൽ കുറച്ചു ഞാൻ പറയാം. ദൈവദൂതൻ പറഞ്ഞതനുസരിച്ച് എലിസബത്ത് ഗർഭം ധരിച്ചു. തേജസ്വിയായ ഒരു ആൺകുഞ്ഞിനെ അവൾ പ്രസവിക്കുകയും ചെയ്തു. ബാക്കി നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്താ, അങ്ങനെയല്ലേ? യോഹന്നാൻ എന്ന പേരിൽ നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനാണ്. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിന്റെ മുമ്പേ പോകും. നീ നാട്ടുകാരി അല്ലാത്തോണ്ടാ നീ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത്. നാക്കെടുത്താൽ നല്ലത് പറയാത്ത ഒരു മനുഷ്യനെ അങ്ങേര്. എന്ത് കണ്ടാലും കുറ്റമേ വായി വരുള്ളൂ. അതെ അതെ, കേട്ടിട്ടില്ലേ ചിലരെ കുറിച്ച്? നല്ലൊരു വീട് കണ്ടാൽ വേറെ ഒരു കുറ്റവും പറയാനില്ലെങ്കിലും ഇത് പൊളിക്കാൻ നല്ല പാടായിരിക്കും എന്ന് പറയുന്ന മുതലാ ഈ വരുന്നേ. മിണ്ടല്ലേ മിണ്ടല്ലേ, ആളിങ്ങെത്തി. ഇതെന്നതാ പിള്ളേരെ, ഇതൊന്നും അങ്ങോട്ട് നേരെ ആവുന്നില്ലല്ലോ. അതെങ്ങനാ? എന്നെ പോലെയുള്ള മുതിർന്നവരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ചെയ്യണമെന്ന് ആർക്കും ഒരു ചിന്തയില്ലല്ലോ. അല്ലയോടാ യോവാബേ?
ആണേ. പിള്ളേരല്ലേ വല്യപ്പ ഇതൊക്കെ ചെയ്യുന്നത്, അതിനിടയ്ക്ക് നമ്മൾ എന്തിനാ വെറുതെ? അയ്യോടാ, അങ്ങനെ പിള്ളേർക്ക് തോന്നുന്നത് പോലെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഓരോന്നിനും അതിൻ്റെതായ ഒരു ചിട്ടയൊക്കെ ഉണ്ട്. ആ, ഒന്ന് പറഞ്ഞു കൊടുക്കടാ ഒന്ന്. ആണേ, ഏലിയ വന്നെന്ന് പറയുന്നതൊക്കെ ശരിയാന്നേ. വല്യപ്പൻ പറയുന്നത് വേണമെന്ന് അവര് ചെയ്തുകൊള്ളു. നീ ദാ പൂവ് കണ്ടോ? ആ മഞ്ഞ നിറമുള്ള പൂവ്. ആ കണ്ടു. അത് മാറ്റണോ? മാറ്റുകയൊന്നും വേണ്ട, അത് ലേശം കിഴക്കോട്ടൊന്ന് തിരിച്ചാൽ മതി. ഇപ്പൊ ശരിയായോ വല്യപ്പ? ആ, ഇപ്പോൾ ഭംഗിയായി. നോക്കടാ യോവാബേ, നന്നായിട്ടില്ലേ എന്ന്? ആണേ. ആ, നീ ഒരു കാര്യം ചെയ്യ്. ആ സക്രിയായി എലിസബത്തിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും. കുഞ്ഞിനെ പേരിടുന്നതിനെ കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നും കാണില്ല. ആണേ, ഇപ്പൊ വിളിക്കാമേ. വല്യപ്പന്റെ മനസ്സിൽ പേര് വല്ലതും ഉണ്ടോ? സാധാരണഗതിയിൽ അപ്പന്റെയോ അമ്മയുടെയോ കാരണവന്മാരിൽ ആരുടെയെങ്കിലും പേരാണ് കുട്ടിക്കിടേണ്ടത്. പക്ഷേ എനിക്കൊരു വ്യത്യസ്തമായ ആശയം തോന്നുന്നുണ്ട്. അതെന്താ വല്യപ്പ? അല്ല, പിതാക്കന്മാരിൽ ആരുടെയെങ്കിലും പേരിട്ടാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സക്കറിയ എന്ന് തന്നെ ഇട്ടുകൂടാ? അപ്പൻ സക്കറിയായി, മകൻ സക്കറിയായി. ആ, കേൾക്കാൻ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. ഏലിയ വാങ്ങണ വന്നിട്ട് കുറച്ച് നേരമായോ? ആ, അല്പനേരമായി. ഈ പൂക്കൾ വച്ചതൊന്നും അങ്ങോട്ട് ശരിയായില്ലായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു. ആ, ഇവിടെ സക്കറിയായെ കണ്ടില്ലല്ലോ. ആ, ദാ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അതെ, അവന്റെ സംസാരശേഷി പോയതിനെ കുറിച്ച് നീ വല്ലതും ചോദിച്ചിരുന്നോ? അല്ല, അറിയാതൊന്നാനും വല്ല ദൈവദൂഷണവും പറഞ്ഞോ എന്ന് അറിയാനാ. യാതൊരു കാരണവുമില്ലാതെ ഒരു മനുഷ്യൻ ഊമയായി മാറുക എന്ന് പറഞ്ഞാൽ, അല്ല, അങ്ങനെയൊന്നും സംഭവിച്ചു കൂടായികയില്ല. യോബിനെ പോലെ പരീക്ഷിക്കപ്പെടുന്ന നീതിമാന്മാരും ഉണ്ടെന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ആ, സക്കറിയ, ശാലോ. അല്ല, കുഞ്ഞിന് എന്ത് പേരിടാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദൈവം തന്നതാണ് എനിക്കിവനെ. ദൈവം എന്നോട് കാണിച്ച കരുണയാണ് ഈ കുഞ്ഞ്. ദൈവം കരുണ കാണിച്ചു എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന പേര് തന്നെയാണ് ഈ കുഞ്ഞിന് ഏറ്റവും അനുയോജ്യം. ആ, അതെന്ത് മര്യാദയാ? നിങ്ങളുടെ കുടുംബത്തിലൊന്നും ആർക്കും ഇല്ലാത്ത ഒരു പേര് കുഞ്ഞിനിടുന്നത് എങ്ങനെ? എന്റെ അഭിപ്രായത്തിൽ സക്കറിയ എന്ന് പേര് തന്നെ കുഞ്ഞിനിടണം. വാർദ്ധക്യത്തിൽ ജനിച്ച കുഞ്ഞല്ലേ. അപ്പന്റെ കാലശേഷം പേര് നിലർത്താൻ ഉചിതമായ പേര് അതുതന്നെയാണ്. നീയും കൂടെ അറിഞ്ഞിട്ടാണോ സക്കറിയ ഇവൾ ഈ പേര് പറഞ്ഞത്? ഓ, നിനക്ക് മിണ്ടാട്ടമില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എടാ യോവാബേ, എടാ യോവാബേ, നീ പെട്ടെന്ന് പോയി ഒരു എഴുത്തുപലക കൊണ്ടുവാ. ആന്നേ, ഇപ്പൊ കൊണ്ടുവരാമേ. പെട്ടെന്ന് വേണം. ആന്നേ, അങ്ങോട്ട് ഇതായി എഴുത്തുപലക. ആ, എന്റെ തലയിലോട്ട് കൊണ്ടുവയ്ക്കാതെ അങ്ങോട്ട് കൊടുക്കടാ.
ഹന്നാൻ, ഹന്നാൻ. ദൈവം കരുണ കാണിച്ചു. മോഹൻലാൽ എന്റെ മകൻ വിളിക്കപ്പെടട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. അയ്യോ കുഞ്ഞേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അവിടുത്തെ മുമ്പേ നീ പോകും. നീ കർത്താവിന് വഴിയൊരുക്കുന്നവൻ, കർത്താവിന് വഴിയൊരുക്കുന്നവൻ. കുഞ്ഞെ, അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതിന്റെ പ്രവാചകൻ എത്ര വലിയ ഒരു മനുഷ്യൻ അല്ലേ? കൊള്ളാം. ഈ നാടകക്കാർ തരക്കേടില്ല. വലിയ തെറ്റില്ലാതെ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട്. കഥയുടെ കുറച്ചു ഭാഗങ്ങൾ ഇനി ഞാൻ പറയാം. ആ ശിശുവിനെ കുറിച്ച് കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. ഈ ശിശു ആരായി തീരുമെന്നവർ പരസ്പരം ചോദിച്ചു. പക്ഷെ അവനാകട്ടെ ബാല്യപ്രായം പിന്നിട്ട ഉടനെ തന്നെ അവരുടെ എല്ലാം ഇടയിൽ നിന്ന് പൊയ്ക്കളഞ്ഞു. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ കുടിക്കാതെ മരുഭൂമിയുടെ വിജനതയിൽ കിട്ടുന്നത് മാത്രം ഭജിച്ച് മഹാതാപസനായി അവൻ വളർന്നു വന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ മരുഭൂമിയിലെ ശബ്ദമായി അവൻ ജനത്തിന് വെളിപ്പെട്ടു. അതെ, മരുഭൂമിയിലെ ശബ്ദമായി അവൻ വെളിപ്പെട്ടു. മരുഭൂമിയിലെ ശബ്ദമായി അവൻ വെളിപ്പെട്ടു. വാ, വേഗം വാ, ബാക്കി നമുക്ക് കാണാം. വേഗം വാ. സന്തതികളെ, ആസന്നമായ കോപത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടിട്ടും നാശത്തിലേക്ക് നിങ്ങളെ തന്നെ നയിക്കുന്നതിനിടയിൽ ദൈവസ്വരം കേൾക്കാൻ ആരാണ് നിങ്ങളെ ഒരുക്കിയത്? ജോർദാൻ നദിയിൽ ഒന്ന് മുങ്ങിന് വന്നാൽ നിങ്ങളുടെ അനീതികളെല്ലാം ഇല്ലാതാകുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സ്നാനം കഴിഞ്ഞതോടെ പൂർണ്ണത നേടിയെന്ന് നനച്ചുപോയെങ്കിൽ
അവിടെയും നിങ്ങൾക്ക് തെറ്റി. മാനസാന്തരത്തിന് യോജിച്ച ജീവിതം നയിക്കാൻ ഉറച്ചാണ് നിങ്ങൾ വന്നതെങ്കിൽ എങ്കിൽ മാത്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? എന്ത് ചെയ്യണമെന്നോ? എന്താണ് ചെയ്യരുതാത്തതെന്ന് ചോദിക്ക്. സ്വാർത്ഥതയും കള്ളവും കാപട്യവും കൊണ്ട് ദേശത്തെ മുഴുവൻ ദുഷിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ. അപ്പനെ പോലെ മഹാനെന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രാജാവില്ലേ ഹെറോദേസ്, അയാളോടും പോയി പറഞ്ഞേക്ക്. രാജതന്ത്രയ്ക്കുള്ള ശിക്ഷയെ കുറിച്ച് താങ്കൾക്ക് ശരിക്കും അറിവില്ലെന്ന് തോന്നുന്നു. രാജാവ്, ആ വാക്കിന്റെ അർത്ഥം അറിയുമോ നിങ്ങൾക്ക്? ന്യായാധിപനായ സാമുവേൽ കർത്താവിനോട് ചോദിച്ചതും അവിടുന്ന് ഇസ്രായേലിന് നൽകിയതും രാജാവിനെയല്ല, ഇടയന്മാരെ ആയിരുന്നു. ജനത്തെ നേർവഴിയിൽ നയിക്കുന്ന ഇടയന്മാരെ. എന്നിട്ടിപ്പോഴോ? ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. അയാളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞതായി പറയൂ. എന്താണത്? സ്വന്തം സഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യയെ സ്വന്തമാക്കാനായി അയാൾ കളിച്ച നികൃഷ്ടമായ കളികൾ എല്ലാവർക്കും അറിയാമെന്നും ഈ മ്ലേച്ഛമായ പ്രവൃത്തികൾ ദൈവകൽപ്പനയ്ക്കെതിരാണ്. ഗുരു, നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയായിരുന്നു. ദൈവകോപത്തെ കുറിച്ച് നീ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ മതകാര്യങ്ങൾ നിഷ്ഠതയോടെ പാലിക്കുന്നവരാണ് ഞങ്ങൾ. ആ ഞങ്ങൾക്കെതിരെ എന്തിനാണ് ദൈവം കോപിക്കുന്നത്? മതകാര്യങ്ങളിലെ നിഷ്ഠയല്ലേ ആത്മാവ് നഷ്ടപ്പെട്ട കേവലം ആചാരാനുഷ്ഠാനങ്ങൾ, ദൈവം പടിയിറങ്ങിപ്പോയ ആരാധനകൾ. അതാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഞങ്ങൾ എന്ത് വേണമെന്നാണ് താങ്കൾ പറയുന്നത്? ദൈവം മോശ വഴി നൽകിയതും പൂർവ്വപിതാക്കന്മാർ ജീവൻ ബലി കൊടുത്തു പോലും പാലിച്ചു പോകുന്നതുമായ അനുഷ്ഠാനങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ? അല്ല, അവയുടെ അർത്ഥം ഗ്രഹിക്കണമെന്ന്, ആദ്യ നിർമ്മലതയിലേക്ക് മടങ്ങണമെന്ന്. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ അർത്ഥമറിയാതെ അനുഷ്ഠിച്ചു കൂട്ടുന്ന ഏതൊരു ആചാരവും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയൂ. ശരി, നിങ്ങൾ തന്നെ പറയൂ, ഞങ്ങൾ എന്താണ് വേണ്ടത്? അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അർപ്പിക്കുന്നവന്റെ അന്തരംഗത്തിൽ അനീതിയാണെങ്കിൽ സുരഭില കാഴ്ചകളും ഹോമയാഗങ്ങളും ദൈവം സ്വീകരിക്കുകയില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന് ധാന്യബലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം അന്നമില്ലാത്ത ദരിദ്രർക്ക് പങ്കുവെക്കുന്നത് കൂടിയാകണം. നീതിമാനായ തോബിത്തിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. പക്ഷെ ഗുരു, ഒന്ന് ചോദിക്കട്ടെ, ലോകം മുഴുവൻ തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നീതി മാത്രം പ്രവർത്തിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? മടയത്തരം പറയാതിരിക്കൂ. എന്താണ് ലോകം? ഞാനും നീയും ഈ വന്നുകൂടിയിരിക്കുന്ന ജനങ്ങളും എല്ലാം ചേരുന്നതാണ് ലോകം. എന്റെയും നിന്റെയും പാപമാണ് ലോകത്തിന്റെ പാപം. ഞാൻ മാത്രം നീതി പ്രവർത്തിച്ചാൽ പോലും അത്ര കണ്ട അനീതി ലോകത്തിൽ ഇല്ലാതാകുന്നു എന്ന് മറക്കരുത്. ഭരണാധികാരികളും നേതാക്കളും പോലും പാപപങ്കിലമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ സാധുക്കളായ ഞങ്ങൾ എന്തു ചെയ്യും? രാജാവ് ദുഷ്കർമ്മിയാണ്. നേതാക്കന്മാർ അനീതിയുടെ മാർഗത്തിലാണ്. പുരോഹിതന്മാർ ഇടർച്ചയുടെ പാതയിൽ മുന്നേറുകയാണ്. ശരിയാണ്, പാടില്ലാത്തതാണ്. പക്ഷെ ഇതൊന്നും എനിക്കും നിനക്കും അനീതി പ്രവർത്തിക്കാനുള്ള അധികാര പത്രമല്ല എന്ന് മനസ്സിലാക്ക്. മറ്റൊരു മനുഷ്യനെയും നോക്കണ്ട. ആരെന്ത് ചെയ്താലും ഞാൻ നന്മ മാത്രമേ പ്രവർത്തിക്കൂ എന്നൊരു തീരുമാനമെടുക്ക്. അത് മതി, അത് മാത്രം മതി. ഗുരു, അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറയുകയാണ്. അങ്ങ് തന്നെയല്ലേ വരാനിരിക്കുന്ന മെസ്സിഹ, ഇസ്രായേലിന്റെ വിമോചകൻ? അതെ, നൂറ്റാണ്ടുകളായി കാത്തിരിപ്പിന്റെ മിശിഹ
ദൈവം വാഗ്ദാനം ചെയ്ത വിമോചകൻ അങ്ങ് തന്നെയാണ്. ഒരിക്കലുമല്ല കുഞ്ഞുങ്ങളെ, ഒരിക്കലുമല്ല. ആ വിമോചകന്റെ നിഴല് പോലുമല്ല ഞാൻ. കുഞ്ഞവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. എങ്കിൽ പിന്നെ അങ്ങ് ആരാണ്? മെസ്സിഹ അല്ലെങ്കിൽ സ്നാനം നൽകാൻ കാരണം എന്താണ്? എലിയായെ പോലെയോ ജെറമ്യായെ പോലെയോ ഒരു ദീർഘദർശിയാണോ അങ്ങ്? ഇസ്രായേലിന്റെ മഹത്വമായ ഇവരോടൊക്കെ തുലനം ചെയ്യാൻ ഞാനാണല്ല. പക്ഷെ മശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്നവനെന്ന നിലയിൽ ഇവരെക്കാൾ അനേക മടങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ. അപ്പോ മിശിഹ വരാൻ സമയമായി എന്നാണോ അങ്ങ് പറയുന്നത്? വരാൻ സമയമായി എന്നല്ല, വന്നു കഴിഞ്ഞു എന്ന്. തിരുവചനം കാലങ്ങൾക്ക് മുമ്പേ വെളിപ്പെടുത്തിയതുപോലെ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ ആ വിമോചകൻ ജന്മമെടുത്തു. നസ്രേത്ത് എന്ന പട്ടണത്തിൽ വളർന്നു. നമ്മോടൊപ്പം നമ്മെപ്പോലെ വസിച്ചവൻ. അതാ അവനിതാ നമ്മുടെ ഇടയിൽ നിൽപ്പുണ്ട്. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ്. തലമുറകൾ കാത്തിരുന്ന മശിഹ എന്റെയും നിങ്ങളുടെയും രക്ഷകൻ. ഞാൻ അങ്ങയിൽ നിന്ന് സ്നാനം സ്വീകരിക്കാനിരിക്കെ അങ്ങ് എന്റെ അടുത്തേക്ക് വരുന്നുവെന്നോ? പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നീ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത് സമ്മതിക്കും. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലേ, ഇവനാണോ മശിഹ? ഇവനാണോ രക്ഷകൻ? ജോസഫ് എന്നല്ലേ ഇവന്റെ അപ്പന്റെ പേര്? അത് ശരിയാ. ഇവൻ തന്നെയാണോ ഇസ്രായേലിന്റെ വിമോചകൻ? ഇവൻ രാജാവാകുമോ? ആർക്കറിയാം. ദാവീദിന്റെ സിംഹാസനം വീട് സ്ഥാപിക്കും. ഇവൻ ആ തച്ചന്റെ മകനല്ലേ? ഇങ്ങനെയൊക്കെ എല്ലാരും പറയുന്നുണ്ട്. ഇവൻ തച്ചന്റെ മകൻ തന്നെയാണോ? ഗുരു നോക്കൂ, എല്ലാവരും അവന്റെ പിന്നാലെ പോവുകയാണ്. അത് തന്നെയാണ് വേണ്ടത്. നിങ്ങളും പോവുക, അവനെ അനുഗമിക്കുക, അവനോടൊപ്പം വസിച്ച് അവന്റെ ശിഷ്യരായി തീരുക. അവനാണ് മശിഹ. അവന് വഴിയൊരുക്കുക മാത്രമായിരുന്നു എന്റെ ദൗത്യം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഗംഭീരം, അതിമനോഹരം. അല്ല,
യോഹന്നാൻ ഒടുവിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറയുന്ന എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും? തൻകാര്യം നേടാൻ വേണ്ടി എന്ത് തിന്മയ്ക്കും മടിക്കാത്ത എത്രയോ മനുഷ്യർ. എന്ത് പറയട്ടെ, നമുക്ക് കഥയിലേക്ക് തിരികെ വരാം. നിങ്ങൾ കണ്ടതുപോലെ അനുതാപത്തിന്റെ മാമോദീസ പ്രസംഗിച്ച സ്നാപക യോഹന്നാൻ ഇന്ന് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അധർമ്മിയായ ഭരണകർത്താവിനോട് അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിനുള്ള സമ്മാനം. അതിൽ അത്ഭുതമില്ല. തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവനും തിന്മയെ എതിർക്കുന്നവനും അന്നും ഇന്നും എന്നും ഇത് തന്നെയാണ് ഗതി. കേട്ടോ കേട്ടോ, കൊട്ടും പാട്ടുമൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഹെറോദേസ് മഹാരാജാവിന്റെ പിറന്നാൾ ആഘോഷമാണെന്ന്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഗംഭീരമായ നൃത്തച്ചൂടുകൾ. സലോമി, മാസ്മരികമായ നൃത്തച്ചൂടുകൾ വെച്ച് നീ അതിഥികളെ രസിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ മനസ്സും നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചടുലമായ നൃത്തച്ചൂടുകൾക്ക് ഞാൻ കുടിച്ച മുന്തിയ വീഞ്ഞിന്റെ ലഹരി പോലും നിഷ്പ്രഭമായി പോയി. നന്ദി പ്രഭു, ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹങ്ങൾ തന്നെ. സലോമി, ചോദിക്കും, നിനക്ക് എന്താണ് സമ്മാനമായി വേണ്ടത്? ഇന്നെനിക്ക് സന്തോഷത്തിന്റെ ദിവസം, എന്ത് വേണമെങ്കിലും ചോദിക്കും. എനിക്ക് അങ്ങയുടെ ആശീർവാദം മാത്രം മതി. കുട്ടി, രാജാവിന്റെ സമ്മാനം നിരാകരിക്കുന്നത് ഉചിതമല്ല കുട്ടി. ധൈര്യമായി ചോദിക്കൂ. അതെ, മടിക്കാതെ ചോദിക്കുക. എന്ത് തന്നെയായാലും അത് രാജ്യത്തിന്റെ പകുതി തന്നെയാകട്ടെ, ഞാനത് തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചോട്ടെ? അതിനെന്താ, പോകൂ, ഇപ്പോൾ തന്നെ ഹെറോദിയോട് ചോദിക്കും. കൊട്ടാരം ഗായകരെ, പാട്ടും സംഗീതവും തുടരട്ടെ. ഈ ഹെറോദാസ് അന്തിപ്പാസ് രാജാവിന്റെ പിറന്നാൾ ദിനത്തിൽ ആഘോഷങ്ങൾക്കൊന്നും യാതൊരു കുറവും വരാൻ പാടില്ല.
മകൾ അമ്മയുടെ അടുത്തേക്ക് പോയത് എന്തിനാണെന്ന് നമുക്കറിയാം. പക്ഷെ അവൾ ഹെറോദിയെ കാണുന്നതിന് മുമ്പ് നമുക്കൊന്ന് കണ്ടാലോ? പ്രിയരെ, ഞാൻ പോകുകയാണ് 2000 സംവത്സരങ്ങൾക്കപ്പുറത്തേക്ക്. അന്തഃപുരത്തിലിരുന്ന് കടുകിട വ്യത്യാസമില്ലാതെ കരുക്കൾ നിൽക്കുന്ന ഹെറോദ്യയുടെ അടുക്കലേക്ക്. മകളെ കാത്തിരുന്നു മടുത്ത് കാണുമല്ലേ? ആരാണ് നീ? ഞാനൊരു പാവം കോമാളി. കോമാളിക്ക് എന്താണ് സ്ത്രീകളുടെ അന്തപുരത്തിൽ കാര്യം? ഇവിടേക്ക് വരാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? അത് നല്ല കഥ. സ്ഥലകാലങ്ങൾക്ക് അതീതനായ കോമാളി ആരോട് അനുവാദം ചോദിക്കാൻ? പിന്നെ ജീവിതത്തിൽ ചിലതെല്ലാം അങ്ങനെയാണ് ഹെറോദ്യ. ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കില്ല. ആരെവിടെ? അടിയൻ. വാതിൽ കാവൽക്കാരൊക്കെ ഉറങ്ങുകയാണോ? ആരോട് ചോദിച്ചിട്ടാണ് ഈ അപരിചിതനെ അകത്തേക്ക് വിട്ടത്? പിടിച്ചു കെട്ടി ഈ ധിക്കാരിയെ. അവിടെ ആരും ഇല്ലല്ലോ മഹാറാണി. ആരെ പുറത്താക്കാനാണ് അങ്ങ് പറയുന്നത്? അടിയനൊന്നും മനസ്സിലാകുന്നുമില്ല. നീ എന്താ എന്നെ പരിഹസിക്കുകയാണോ? കണ്ടില്ലേ കയ്യിൽ മുഖംമൂടികളുമായി ഒരുവൻ നിൽക്കുന്നത്? അവിടുന്ന് കോപിക്കരുതേ. ഇവിടെ അങ്ങല്ലാതെ മറ്റാരുമില്ല. ആശയക്കുഴപ്പം തോന്നുന്നുണ്ടല്ലേ? വീഞ്ഞു കുടിച്ചതൊരൽപ്പം കൂടി പോയി എന്നല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത്? സംശയിക്കണ്ട, കാണുന്നതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഹെറോദ്യ, നീ മാത്രമേ അത് കാണുന്നുള്ളൂ. ആ പാവത്തിനെ പറഞ്ഞേച്ചേക്കൂ. ഹെറോദ്യ, നിന്റെ കുതന്ത്രങ്ങളുടെ പരിധിയിൽ വരാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? പൊയ്ക്കോളൂ. സത്യം പറയൂ, ആരാണ് നീ? എന്ത് മാന്ത്രിക വിദ്യയാണ് നീ ഇപ്പോൾ പ്രയോഗിച്ചത്? മന്ത്രവും തന്ത്രവും ഒക്കെ പ്രയോഗിക്കുന്നത് നീ തന്നെയാണ് ഹെറോദ്യ, ഞാനല്ല. മകളെ നൃത്തച്ചുവടുകൾ പഠിപ്പിച്ച് ഒരുക്കി അയക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിൽ നീ തന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. വീഞ്ഞു കുടിച്ച് രസിച്ച് ഇവിടെ ഈ അന്തപുരത്തിൽ ഇരിക്കുമ്പോഴും നീ മനക്കണ്ണിൽ കാണുന്നുണ്ടായിരുന്നു രാജസദസ്സിലെ ഓരോ ചുവടനക്കവും. നിനക്കറിയാം ഹെറോദ്യ, അമ്മയെ അന്വേഷിച്ച് മകൾ ഇപ്പൊ വരുമെന്ന്, മകളോട് എന്ത് പറഞ്ഞ് തിരിച്ചയക്കണമെന്നും അല്ലേ? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എല്ലായിടത്തും പ്രവേശനമുള്ളവന് എല്ലാം അറിയാമെന്ന് കൂട്ടിക്കോളൂ. ഒന്ന് ഞാൻ പറയാം, നിഷ്കളങ്കന്റെ രക്തം ചിന്താനാണ് നീ മനക്കണക്ക് കൂട്ടുന്നത്. ശരിയാണ്. എനിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരുവന്റെ തലയെറിയാൻ തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതാണ് എന്റെ ശരി. എന്റെ പദ്ധതികൾക്ക് വിലങ്ങുതടിയായി വരുമ്പോൾ അവൻ അറിയണമായിരുന്നു അതിന് വിലയൊടിക്കേണ്ടി വരുമെന്ന്. പക്ഷെ നിന്റെ ശരികൾ നേടിയെടുക്കാനായി നീ തിരഞ്ഞെടുത്തത് തെറ്റിന്റെ വഴിയായിരുന്നു. ഇസ്രായേലിന്റെ നിയമപ്രകാരം സഹോദരൻ ജീവിച്ചിരിക്കെ അവന്റെ ഭാര്യ സ്വന്തമാക്കുന്നത് അധാർമികതയുമായിരുന്നു. ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചവനോടുള്ള തന്നത്തെ പക, അതുമാത്രമാണ് നിന്നെ കൊണ്ടതെല്ലാം ചെയ്യിപ്പിച്ചത്. എന്നെ ന്യായം വിധിക്കാനാണോ നിന്റെ പാപം? അത് ചെയ്യേണ്ടത് ഏതായാലും ഞാനല്ല, കാലമാണ്. ഇരിക്കുന്ന ജനങ്ങളാണ്. തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവരുടെ തലയറുക്കുന്ന നിന്നെ പോലെയുള്ളവർ. ഇവരോടാണ് സമാധാനം പറയേണ്ടത്. എന്ത് ധാർമ്മികത, എന്ത് അധാർമികത! എന്റെ ജീവിതം അതെനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. യോഹന്നാൻ അതിനുള്ള അധികാരമുണ്ട് ഹെറോദ്യ. കാരണം ദൈവത്തിന്റെ പ്രവാചകനാണ് യോഹന്നാൻ, അവിടുത്തെ ശബ്ദമാണ് യോഹന്നാൻ. ദൈവത്തിന് വേണ്ടി ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തുന്ന ഭ്രാന്തന്മാരിൽ ഒരുവനാണ് യോഹന്നാൻ എന്നുകൂടി പറയും. ശരിയാണ്, ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയവരിൽ ഒരുവനാണ് യോഹന്നാൻ. അത് ഭ്രാന്താണെന്ന് നീ കരുതുന്നു. കായേത് ചെടിയേതെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. നീ തിരിച്ചറിയുന്നു ഈ ഭ്രാന്തിന്റെ മഹത്വം. ശരി, ഞാൻ കാത്തിരിക്കാം. കാത്തിരുന്നേ മതിയാവോ ഹെറോദ്യ?
കേട്ടില്ലേ പാദസരങ്ങളുടെ കിലുക്കം? എന്റെ മകൾ വരികയാണ്. അമ്മയ്ക്കിഷ്ടപ്പെടുന്ന സമ്മാനം ഒരു നിഷ്കളങ്കന്റെ ശിരസ് തന്നെ എന്ന് ഉറപ്പിക്കാൻ. വഴിയൊരുക്കവൻ വന്നവൻ കാണുക. കഥാന്ത്യം എത്തിക്കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ ജീവൻ പോലും ബലി കൊടുത്തവനാണ് യോഹന്നാൻ. ഛേദിക്കപ്പെട്ട യോഹന്നാന്റെ ശിരസ് ഇതാ ഇതാ നമ്മുടെ ഇടയിൽ, അതാ ഇവിടെ നമ്മുടെ മുന്നിൽ, അതാ നോക്കൂ, നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. രക്തമിറ്റ് വീഴുന്ന ആ ശിരസ് എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുകയാണോ? അധാർമികതയ്ക്കെതിരെ വിരൽ ചൂണ്ടുവാൻ, നന്മയുടെ ദൈവത്തിന്റെ ശബ്ദമാകാൻ നാടകം അവസാനിച്ചു കഴിഞ്ഞു. എൻ്റെ ദൗത്യവും പൂർത്തിയായി. ഇനി ഞാൻ മടങ്ങട്ടെ.